കഴിഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് അബ്യൂസ് എന്താണെങ്കിലും ഏത് തരത്തിലുള്ള അബ്യൂസ് ആണെങ്കിലും നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കാറുണ്ട്. പ്രൊസീജിയറൽ പ്രകാരം നമുക്ക് ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഡൊമസ്റ്റിക് വയലൻസ് അക്കോർഡിംഗ് ടു DV ആക്ട് നമുക്കൊരു MC മൂവ് ചെയ്യാം. ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കാര്യം പ്രൊട്ടക്ഷൻ ഓർഡർ തന്നെ. അതായത് ഹസ്ബൻഡിൽ നിന്നോ ആ ഇൻറ്റിമേറ്റ് പാർട്ട്ണറിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി റിലേറ്റീവ്സിൽ നിന്നോ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ ഓർഡറിന് നമുക്കതിനകത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ കോടതി നമുക്കത് പ്രൊട്ടക്ഷൻ ഓർഡർ അനുവദിച്ച് തരും. പിന്നെ റെസിഡൻസ് ഓർഡർ ഉണ്ട്. റെസിഡൻസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫാമിലി ഷെയർഡ് ഹൗസ് ഹോൾഡിൽ താമസിക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് ഒരു മാട്രിമോണിയൽ ഹോമിൽ നമ്മൾ താമസിക്കുന്നു. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഇറക്കി വിടുകയോ അവിടുന്ന് അങ്ങനെ പുറത്തേക്ക് പോകാൻ പറഞ്ഞ് നമ്മളവിടുന്ന് എക്സ്പെൽ ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിഡൻസ് ഓർഡർ കോടതിയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. എന്നിട്ട് തിരിച്ച് ആ വീട്ടിൽ തന്നെ കയറി ഷെയർ ഹൗസ് ഹോൾഡിൽ താമസിക്കാവുന്നതാണ്. കാരണം നമുക്ക് പോകാൻ വേറെ മാർഗ്ഗം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ഹൗസ് ഹോൾഡിൽ താമസിക്കാം. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി റിലീഫാണ്. ഇപ്പോൾ ഒരു നോൺ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ആ ലേഡിക്ക് 125 CRPC പ്രകാരം പറയുന്ന ഇപ്പോൾ അതിൻ്റെ സെക്ഷൻ മാറിയിട്ടുണ്ട്. BNSS 144 ആണ്. ആ സെക്ഷൻ പ്രകാരം നമുക്ക് ചെലവിനുള്ള മോണിറ്ററി റിലീഫ്, അതായത് ഹസ്ബൻഡ് ഇത്ര രൂപ വരുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളിൽ നിന്ന് നമുക്ക് മെയിൻ്റനൻസ് തുക കിട്ടാനുള്ള അവകാശമുണ്ട്. കുട്ടികൾക്കും കിട്ടും. പിന്നെ നമ്മുടെ സ്വർണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്ത് പോയിട്ടുണ്ട്. അതൊന്നും നമുക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ അതെല്ലാം എടുത്ത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ മോണിറ്ററി റിലീഫ് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റഡി. ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഡൊമസ്റ്റിക് അബ്യൂസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടുപേരും പിരിഞ്ഞായിരിക്കും താമസിക്കുന്നത്. എയ്തർ വൈഫിൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ കൊച്ചിനെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് പോരേണ്ടി വന്നു. അല്ലെങ്കിൽ കുട്ടി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തായിപ്പോയി, ഞാൻ മാത്രമാണ് പെട്ടെന്ന് പോകുന്നതെങ്കിൽ എനിക്ക് കുട്ടിയെ കിട്ടണം എന്നുണ്ടെങ്കിൽ കസ്റ്റഡി ഓർഡർ അതിനകത്ത് ചോദിക്കാവുന്നതാണ്. പിന്നെ അടുത്തതാണ് കോമ്പൻസേഷൻ. ഈ കോമ്പൻസേഷൻ എന്നുള്ളത് കോടതി എടുക്കുന്നൊരു വ്യത്യാസമുണ്ട്. കോമ്പൻസേഷൻ നമുക്കിപ്പോൾ അബ്യൂസ് നേരിട്ട ഒരു വ്യക്തിയാണ്, അത്രയും ഹാർഷായിട്ടൊരു അബ്യൂസ് നേരിട്ട വ്യക്തിയാണെങ്കിൽ അയാളുടെ ലൈഫ് ഇത്ര വർഷത്തെ ഇപ്പോൾ 10 വർഷമൊക്കെ ജീവിച്ച ശേഷമാണ് നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നതെങ്കിൽ 10 വർഷം ലൈഫിൽ വന്ന ഒരു കോമ്പൻസേഷൻ, ലോസ് ഓഫ് കോമ്പൻസേഷൻ, പിന്നെ മെൻ്റൽ ലോസ് ഓഫ് കോമ്പൻസേഷനൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് കോമ്പൻസേഷൻ ഓർഡർ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ടായിരിക്കണം നമ്മളൊരു ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് കേസ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത്.